സിഡ്നിയിൽ ഫിറ്റ്നസ്, ജിം, ബോഡി ബിൽഡിംഗ്, ഗ്ലാമർ ഫോട്ടോഗ്രാഫി അതൊരു വലിയ ബിസിനസ്സാണ്. ഇവിടെ ജിമ്മിന് ഫോട്ടോഗ്രാഫേഴ്സിന് വേണം, ഇൻഫ്ലുവൻസേഴ്സിന് വേണം, ബോഡി ബിൽഡേഴ്സിന് വേണം, സപ്ലിമെൻറ്റ് കമ്പനീസിന് വേണം, ബോഡി ബിൽഡിംഗ് എക്യുപ്മെൻറ്റ് കമ്പനീസിന് വേണം. ദിസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. പക്ഷേ കേരളത്തിൽ അല്ലെ ഈവൻ ഇന്ത്യയിൽ നോ വൺ ഈസ് ഡൂയിങ് ഇറ്റ് പ്രോപ്പർലി. അതൊരു കംപ്ലയിൻ്റ് അല്ല, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു അൺടാപ്ഡ് ഹിഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഹലോ, ഞാൻ നിതിൻ, സിഡ്നി ബേസ്ഡ് ഫിറ്റ്നസ് ആൻഡ് ഗ്ലാമർ ഫോട്ടോഗ്രാഫറാണ്. I work for various fitness brands, fitness athletes, fitness supplement companies, gym, etc. etc. ഞാനിവിടെ പറയുന്നത് ഫോട്ടോഗ്രാഫി ബേസിക്സ് അല്ല, ഫോട്ടോഗ്രാഫി ടെക്നിക്കാലിറ്റീസ് അല്ല. ഞാൻ പറയുന്നത് മാർക്കറ്റ് ഗ്യാപ്പാണ്. കേരളത്തിലെ ഫോട്ടോഗ്രാഫേഴ്സ് ഇതുവരെ ടാപ്പ് ചെയ്യാത്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ് ഗ്യാപ്പ് വേ യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി. ഓസ്ട്രേലിയ പോലുള്ള വെസ്റ്റേൺ കൺട്രീസിൽ ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫി ഒരു ഓപ്ഷൻ അല്ല, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇറ്റ്സ് വേ people invest money like brands, athletes, gyms, fitness professionals, investors, influencers, everyone. ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഇവിടെ അതൊരു എക്സ്പെൻസ് ആയിട്ടല്ല കാണുന്നത്, ഇവിടെ അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ട്രെയിനർക്ക് കണ്ടൻറ്റ് ഇല്ലാതെ ക്ലയൻസിനെ കിട്ടില്ല, ജിമ്മിന് നല്ല ഫോട്ടോസ് ഇല്ലാതെ പുതിയ ക്ലയൻസിനെ കിട്ടില്ല, ബ്രാൻഡ്സിന് നല്ല ഫോട്ടോസ് ഇല്ലാതെ പുതിയ ക്ലയൻറ്റിനെ കിട്ടില്ല, പുതിയ സപ്ലിമെൻറ്റ് റിലീസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാനിവിടെ മന്ത്ലി ഷൂട്ട് ചെയ്യാറുണ്ട് ചില അത്ലീറ്റ്സ്, ജിംസ്, പ്രൊഡക്ട്സിനൊക്കെ. ചിലപ്പോൾ വൺ ഓഫ്, മോസ്റ്റ്ലി ബോഡി ബിൽഡിംഗ് സീസണിൽ പീക്ക് വീക്ക് ഫോട്ടോ ഷൂട്ട്സ് ഉണ്ട്. ജിമ്മിന് വേണ്ടി ഫോട്ടോസ് എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ വെരി ബിഗ് ബിസിനസ് ഹിയർ. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു കുറവില്ല, എല്ലാവരും അടിപൊളിയാണ്. എൻ്റെ വെഡ്ഡിങ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാണ്, എല്ലാവരും ടോപ്പ് നോച്ച് ഫോട്ടോഗ്രാഫേഴ്സാണ്. പക്ഷേ ആരും ഈ ഫീൽഡിലേക്ക് അധികം ഇറങ്ങി വരുന്നില്ല. ആരാണ് കുറ്റക്കാർ? ഫോട്ടോഗ്രാഫേഴ്സ്, ബിസിനസ് ഓണേഴ്സ്, എല്ലാവരും ഉണ്ട്. ബിസിനസ് ഓണേഴ്സ് അതൊരു എക്സ്പെൻസ് എക്സ്ട്രാ ആയിട്ടാണ് കാണുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് പഴയ നമ്മുടെ കല്യാണം അല്ലെങ്കിൽ മറ്റേ ഫങ്ഷൻസ് അങ്ങനെ ഇങ്ങനെയുള്ളതായിട്ട് ദേ ആർ സ്റ്റിൽ ഷൂട്ടിംഗ് ദ സെയിം തിങ്. നോ വൺ ഈസ് എഡ്യൂക്കേറ്റിംഗ് ദ മാർക്കറ്റ്. മാർക്കറ്റ് മീൻസ് ഫിറ്റ്നസ് മാർക്കറ്റ്. ഇഫ് ക്ലയൻറ്റ്സ് ഡോണ്ട് നോ ദ വാല്യൂ, അതായത് ക്ലയൻറ്റിന് നമ്മുടെ വാല്യൂ അറിയാത്തത് എന്തുകൊണ്ടാണ്? അതിനെപ്പറ്റി അവർക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ്. ബോധമില്ലാത്തതുകൊണ്ടെന്നല്ല പറയുന്നത്, ഇറ്റ്സ് നോട്ട് യെറ്റ് ഔട്ട് ദെയർ ഇൻ ദ മാർക്കറ്റ്. നമ്മളിങ്ങനെ ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, കണ്ടൻറ്റ്സ് കാണുന്നു, അതിനെപ്പറ്റി അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നു, അപ്പോഴാണ് അവർ നമ്മളെ ബുക്ക് ചെയ്യുക. ആൻഡ് ക്ലയൻറ്റ്സ് ഡോണ്ട് നോ ദ വാല്യൂ ബിക്കോസ് നോ വൺ ഹാവ് ഷോൺ ദം. അവർ അങ്ങനത്തെ ഷൂട്ടും ഫോട്ടോസും അതിൻ്റെ യൂസേജും അതിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റും കണ്ടിട്ടില്ല. അടുത്ത 3-4 കൊല്ലത്തിൽ ഫിറ്റ്നസ് കൾച്ചർ കേരളത്തിൽ എക്സ്പ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇറ്റ്സ് ഓൾറെഡി എക്സ്പ്ലോഡഡ്. എല്ലാവരും ഫിറ്റ്നസ്സിലേക്കുണ്ട്, ബോഡി ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. പക്ഷേ വൺസ് ഇറ്റ്സ് ഇൻ ആൻഡ് ഔട്ട്, അതൊക്കെ ക്യാപ്ചർ ചെയ്യാൻ ആരാളുള്ളത്? ഇപ്പോൾ എല്ലാവരും ജിമ്മിൽ നിന്നുള്ളവർ സ്വന്തം മൊബൈൽ വെച്ചിട്ട് എടുക്കുന്നുണ്ട്. അത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ് പറയുന്നത്. പക്ഷേ അത്രയും കണ്ടൻസിന് ആവശ്യമുള്ളപ്പം ഫോട്ടോഗ്രാഫേഴ്സിന് അത്രയും ബിസിനസ് ഉണ്ടാവും, പണി ഉണ്ടാവും. പക്ഷേ അതിന് ഓൾറെഡി നിങ്ങൾ ഇപ്പം തന്നെ തയ്യാറെടുത്ത് തുടങ്ങണം. എന്തൊക്കെ പറഞ്ഞാലും ഫിറ്റ്നസ് ഒരു വിഷ്വൽ ബിസിനസ്സാണ്. അപ്പം ആ വിഷ്വാലിറ്റിൻ്റെ പാക്കിൽ ആരാണ്? ദർ ഷുഡ് ബി എ ഫോട്ടോഗ്രാഫർ ഓർ എ വീഡിയോഗ്രാഫർ. ആൻഡ് ഇഫ് യു നോ ദറ്റ് ജോബ്, നമ്മൾ 4-5 കൊല്ലം വെയിറ്റ് ചെയ്യാതെ ഇപ്പം തന്നെ പരിപാടി തുടങ്ങിയുള്ള ഗുണങ്ങൾ. നിങ്ങൾ ഒരു കൊല്ലത്തിനുള്ളിൽ ദി ഫോട്ടോഗ്രാഫറാവും. അതായത് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലെ ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇയാളാണെന്നുള്ള നിങ്ങൾക്ക് മാർക്കറ്റ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാം. പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രൈസിങ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഓപ്പൺ മാർക്കറ്റാണ്, അത്രക്കും ആൾക്കാരുണ്ട്, ആക്ടേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും ഉണ്ട്. ദേ ലവ് ടു വർക്ക് വിത്ത് യു ഇഫ് യു ആർ ഗുഡ് ഇനഫ്. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തൊട്ട് തുടങ്ങിയാൽ ട്രയൽ ആൻഡ് എററൊക്കെ ചെയ്യാം. ചെയ്ത് തെറ്റും ശരിയും എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് നമ്മളെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ടൈമുണ്ട്. പിന്നെ ഈ ഫിറ്റ്നസ് എന്ന് പറയുന്ന പരിപാടി ഇന്ന് ചെയ്ത് നാളെ വിടുന്നതല്ല. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്സ്. അപ്പം ഇപ്പോൾ തന്നെ ക്ലയൻസിന് ഉണ്ടാക്കിയാൽ ആൻഡ് യു ആർ ഗുഡ് ഇൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ ക്ലയൻറ്റ്സ്, ഇറ്റ് ക്യാൻ ബി എൻ എവർ ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, മീൻസ് എവർ ലാസ്റ്റിംഗ് മണി സോഴ്സ്. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനിത് ആലോചിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അന്ന് തുടങ്ങായിരുന്നു, ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴത്തേക്ക് പിന്നെ സമയം പോകും. സോ ദിസ് ഇസ് ദ ടൈം.
ചാനൽ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫോട്ടോഗ്രാഫി. അത് പറയാനും ഫോട്ടോഗ്രാഫീനെ പറ്റിയും ക്യാമറേനെ പറ്റിയും ലെൻസ് അത് ഇതിനൊക്കെ പറയാൻ എന്നെക്കാട്ടും ബെസ്റ്റായിട്ടുള്ള 10-20,000 ആൾക്കാർ എന്തായാലും ഉണ്ട്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും എല്ലാത്തിലും. ബട്ട് ഇൻ ദിസ് ചാനൽ ഐ വിൽ ബി സ്പീക്കിംഗ് മോർ അബൌട്ട് ഹൗ യു ക്യാൻ മേക്ക് എ ഫ്യൂച്ചർ പ്രൂഫ് ഫിറ്റ്നസ് ഫോട്ടോഗ്രാഫി കരിയർ. ഈ ചാനലിൽ ഞാൻ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക? ഓബ്വിയസ്ലി ഐ വിൽ ബി സ്പീക്കിംഗ് അബൌട്ട് how to approach business, clients, fitness influencers, how to approach gym, how to scale it as a business. കാശ് ഉണ്ടാക്കുന്ന ബിസിനസ്സായിട്ട് ഇതിനെങ്ങനെ സ്കെയിൽ ചെയ്യാം. ആൻഡ് ഒബ്വിയസ്ലി ഹൗ ടു ഷൂട്ട്, എഡിറ്റ് ആൻഡ് സ്കെയിൽ ദിസ് ആസ് എ നീഷ്. ക്യാമറേനെ പറ്റി സംസാരിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ജനറിക് സ്റ്റഫ്സ് ഞാൻ സംസാരിക്കുന്നില്ല. ഫിറ്റ്നസ് ആസ്പെക്റ്റ് ആയിട്ടുള്ള എല്ലാ അതിൻ്റെ ടെക്നിക്കാലിറ്റീസും ഓബ്വിയസ്ലി ഞാൻ സംസാരിച്ചേ പറ്റൂ. അത് ഞാൻ എന്തായാലും സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഫോട്ടോഗ്രാഫിയിലുള്ള അല്ലെ ഫോട്ടോഗ്രാഫി ഫീൽഡിലുള്ള ഒരാളാണെങ്കിൽ ഇറ്റ്സ് എ ടൈം. ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഉണ്ടാവണമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, മേ ബി യു ആർ ഇൻ ഫിറ്റ്നസ് ഫീൽഡ്, കുറച്ച് ഫോട്ടോഗ്രാഫി പരിപാടികളും സൈഡിലുണ്ടെങ്കിലും നിങ്ങൾക്ക് തുടങ്ങാവുന്ന ബെസ്റ്റ് ടൈമാണിത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അറിയണം, ഇനിയും പഠിക്കണം, എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിൽ ബി ടോക്കിംഗ് അബൌട്ട് സീരിയസ് ഫിറ്റ്നസ് ആൻഡ് ഗ്ലാമർ ഫോട്ടോഗ്രാഫി ടെക്നിക്സ്, tricks, tips and business.